ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 41 ദിവസം. ഇന്ന് 40-ാം വെള്ളി. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. Gospel according to Saint Matthew chapter 4 verse 1 through 11. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുമ്പോൾ ഉണ്ടാകുന്നതായി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. സ്നാനത്തിലൂടെ മനുഷ്യകുലത്തിന് ഐക്യമത്യവും യേശു നൽകുന്നു. തുടർന്ന് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ജീവിത ഉദ്ദേശം സഫലീകരിക്കുന്നതിനായുള്ള വെല്ലുവിളികളെപ്പറ്റി പഠിപ്പിക്കുന്നു. അനന്തമായ ഇടം, കൊടുങ്കാറ്റിൻ്റെയും പ്രകൃതിയാലുള്ള ശബ്ദങ്ങൾ ഒഴിച്ചുള്ള ശാന്തതയുടെയും സ്ഥലം എന്നീ വിശേഷണങ്ങൾ വിജനഭൂമിയിലെ അനുഭവങ്ങൾക്ക് നൽകാം. പൂർണ്ണമായും ദൈവത്തോടും പ്രകൃതിയോടും ചേർന്ന് ചെലവഴിക്കുവാനുള്ള സമയം. യേശു 40 രാവും പകലും പ്രാർത്ഥനയിലും ഉപവാസത്താലും ചെലവഴിച്ചു. എന്നാൽ ഒരിക്കലും ഒറ്റപ്പെടലിൻ്റെ അനുഭവമായിരുന്നില്ല. പകരം പിതാവായ ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിൽ മുഴുകുവാൻ യേശുവിന് സാധിച്ചു. 40 ദിവസത്തിൻ്റെ അവസാനം യേശുവിന് വിശക്കുകയും ക്ഷീണിതനായി തീരുകയും ചെയ്തു. വിശപ്പിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. കല്ല് അപ്പമാക്കുവാനുള്ള പരീക്ഷണം ഈ സമയത്ത് നേരിടുന്നു. എന്നാൽ ഒട്ടും താമസിയാതെയുള്ള അവൻ്റെ മറുപടി ദൈവവചനം തൻ്റെ ജീവനെ പരിപോഷിപ്പിക്കും. ശക്തവും ഉറച്ചതുമായ മറുപടിയായിരുന്നു. പരീക്ഷകൻ യേശുവിനെ ദേവാലയ അഗ്രത്തിൽ നിർത്തി താഴോട്ട് ചാടുവാൻ കൽപ്പിക്കുന്നതിലൂടെ തൻ്റെ ശുശ്രൂഷയെ കൂടുതൽ വർണ്ണാഭവും ഗംഭീരവുമാക്കി തീർക്കുന്നതിനു വേണ്ടിയായിരുന്നു. തൻ്റെ ഉപദേശത്തെ ദൈവവചനത്തിൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കുന്നതിലൂടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവവചന പരിജ്ഞാനത്തിലൂടെയും ശരിയായ പ്രയോഗത്തിലൂടെയും ആ പരീക്ഷണത്തെ കീഴ്പ്പെടുത്തുവാൻ അവന് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിത മേഖലകളിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ശ്രദ്ധാകേന്ദ്രമാകുകയും പ്രലോഭനങ്ങളിൽ അകപ്പെടുവാൻ ഇടയാവുകയും ചെയ്യാം. ഈ വേദഭാഗത്തിൽ 3 തരം കാണുവാൻ സാധിക്കും. 1. രുചികരമായ ഭക്ഷണത്തിന് ആകൃഷ്ടനാവുക. 2. അംഗീകാരത്തിനും പ്രശസ്തിക്കും പുറകെ പോവുക. 3. അധികാരത്തിനും ഭരണത്തിനും അടിമകളാകുക. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ തിരഞ്ഞെടുപ്പും തീരുമാനവും അവനെ അധികാരവും അംഗീകാരവുമുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നും മാറി സാധാരണ ജീവിതം നയിക്കുന്നവനാക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവൻ ഉപരിതലങ്ങളിലേക്കുള്ള മുന്നേറ്റം താല്പര്യപ്പെട്ടിരുന്നില്ല. പകരം പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും കണ്ണീരൊപ്പി വിടുതൽ നൽകുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ പ്രയത്നിച്ചു. അവരോടൊപ്പം നിൽക്കുന്നതിലൂടെ സ്വയം ശൂന്യനാകുന്ന മനസ്സുമായി നിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള സ്വാർത്ഥത വെടിഞ്ഞ് ജീവിതം ചെന്നെത്തുന്നത് 2 കരങ്ങൾ ആണിമേൽ തൂങ്ങുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ മുന്നിലേക്കാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ കുരിശിൽ ചൊരിഞ്ഞതായ സ്വയം ത്യാഗത്തിൻ്റെ ദിവ്യസ്നേഹത്തിൽ അക്രമവും വേദനയും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമാകുന്നു. ലോകത്തിൻ്റെ വേദനയുടെയും കണ്ണീരിൻ്റെയും മനപ്പീഡകളുടെയും ദിവ്യമായ താതാത്മ്യപ്പെടുത്തലിലൂടെ അനേകരുടെ വീണ്ടെടുപ്പിനും ദൈവകൃപയുടെ അനുഭവങ്ങളിലേക്കും നാം ഓരോരുത്തരും നയിക്കപ്പെടുന്നു. നോമ്പുകാലത്തിൽ ലോകത്തിൻ്റെ വേദനകളെ നമ്മുടെ വേദനകളായി കാണുവാൻ, മനപീഡകളുടെ ദിവ്യമായ താതാത്മ്യപ്പെടുത്തലുകളെ അനേകരുടെ വീണ്ടെടുപ്പിന് ഇടയായി തീരുവാനും
ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പ്രലോഭനങ്ങളിൽ തകർന്നു വീഴാതെ ക്രിസ്തുവിനോട് ചേർന്ന് പ്രകാശിതരായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.